ഇരിക്കുവാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണല്ലേ? യെസ്, ഗുഡ്. ദെൻ നമ്മൾ ഇന്ന് മാത്സിൽ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 10, 100, 1000. അപ്പോൾ എന്താണെന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ ടീച്ചർ ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, okay, all of you look at the blackboard. Listen here. Multiplication by 10, 100 and 1000. Okay, നമ്മൾ ഇന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് 10 വെച്ചിട്ട് നമ്പേഴ്സിനെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? then 100 last 1000. Okay, first one multiplication by 10. Multiplication by 10 ആണല്ലേ? നോക്കി ഇവിടെ 9 into 10. 9 into 10 is equal to 90. 19 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? to multiply a number by 10. നമുക്ക് ഒരു നമ്പറിനോട് നമ്മൾ 10 മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ നോക്കിയേ, 19 into 10 19 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് 9 into 1 നോക്കുക. ഈ 0 എന്ന് ഫസ്റ്റ് മാറ്റി വയ്ക്കുക. 9 into 1. 9 into 1 9 തന്നെയാണ് ആൻസർ അല്ലേ? 9 into 1 is equal to 9. then ഈ 0 എൻഡിൽ ഇട്ട് കൊടുക്കുക. then എന്ത് ചെയ്യുക? ഈ ഫ്രണ്ടിലെ 1 0 10 എന്നുള്ളതിന്റെ 0 ലാസ്റ്റ് ആൻസറിന്റെ എൻഡിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 9 into 10 is equal to 90. ഇനി 6 into 10 എന്ന് വന്നാലോ 60 വരും അല്ലേ? അപ്പോൾ 6 into 1 ചെയ്യുക. 6 എന്ന ആൻസർ കിട്ടും അല്ലേ? then ആ എൻഡില് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, 9 into 10 is equal to 90. ഓക്കെ, എന്താണ്? ജസ്റ്റ് റൈറ്റ് ദ നമ്പർ. ആ നമ്പർ തന്നെ എഴുതുക. അതിനുശേഷം എന്താണ്? എൻഡില് 0 പുട്ട് ചെയ്യുക. 0 ഇട്ട് കൊടുക്കുക. then നോക്കിയേ, 137 into 10. 137 into 10 അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ 137 into 10 ആണ്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുക? 137 into 1 നോക്കുക. ഈ 0 ഒന്ന് മാറ്റി വയ്ക്കുക. നോക്കുക, 137 into 1 എന്താണ് ആൻസർ? സെയിം ആണ്. 137 കിട്ടുന്നു. then ഈ 0 ലാസ്റ്റ് എൻഡില് ആ 0 കൂടി ഇട്ട് കൊടുക്കണം. അപ്പൊ ആൻസർ കിട്ടി. ലാസ്റ്റ് ആൻസർ 1370. ഓക്കെ, അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ബൈ 10 ഇങ്ങനെയാണ്. 10 എന്ന് പറയുമ്പോൾ ഒരു 0 ആണ് അല്ലേ? വൺസിന്റെ പ്ലേസിൽ 1 0 ആണ്. then നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ ബൈ 100. 100ന് 2 zeros ആണ്. then നോക്കിയേ, 5 into 100. 5 into 100 is equal to ആൻസർ എന്താണ്? 500. എങ്ങനെയാണ് കിട്ടുന്നത്? 5 into 100. നോക്കിയേ, 5 into 1 5 ആണ് അല്ലേ? 5 into 1 5 ആണ്. ആൻസർ നമുക്ക് 5 എഴുതാം. then ലാസ്റ്റ് 100ന്റെ 2 0 ലാസ്റ്റ് എൻഡിൽ പുട്ട് ചെയ്യാം. ഇവിടെ എഴുതാം. അപ്പോൾ 500. ഓക്കെ, then നോക്കിയേ, 242 into 100. 242 into 100. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം 242 into 1 നോക്കാം. ഈ 0 നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോ 242 into 1 സെയിം ആൻസർ സെയിം ആണ്. 242 എന്ന് ആൻസർ കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? 2 zeros 100ലെ 2 zeros ലാസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ആൻസർ കിട്ടും. ഓക്കെ, then multiplication by 1000. 1000ന് എത്ര zeros ആണ്? 3 zeros ആണ് അല്ലേ? അപ്പോൾ 3 zeros ചേരുന്നതാണ് 1000. ഓക്കെ, 4 into 1000. 4 into 1000 4000. 4 into 1000 4000. നോക്കി, 1000ന്റെ 3 zeros അല്ലേ? അപ്പോൾ 4 into 1 നമുക്ക് ആദ്യം നോക്കാം. 4 into 1 4 into 1 4 into 1 4 തന്നെയാണ്. ഓക്കെ, then 1000ന്റെ 3 zeros. അപ്പോൾ 4000. അതുപോലെയാണ് 740 into 1000. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 714 into 1 714 കിട്ടുന്നു. ലാസ്റ്റ് 3 zeros ഇവിടെ അപ്ലൈ ചെയ്യണം. എൻഡിൽ അപ്ലൈ ചെയ്യുന്നു. ആൻസർ ഇങ്ങനെ കിട്ടുന്നു. ഓക്കെ, all of you take your textbook. Please listen here. Page number 44 edukku. 44. Okay, write the numbers in columns and find the product.
ഓരോ പ്രോബ്ലവും നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ചെയ്ത ആൻസർ കണ്ടുപിടിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നമ്മൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട് 15 വരെയുള്ളത്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബൈ 10, 100 and 1000. Recall that if we multiply a number by another number ending with 0, the product always end with 0. Let's see what happened when we multiply a number with 10, 100 and 1000. Okay, first one, multiplication by 10. Multiplication by 10. To multiply a number by 10, just write the number and put 10 at the end of it. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 9 × 10, അതായത് ഒരു നമ്പറിൻ്റെ കൂടെ 10 ആണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? ആ സെയിം നമ്പർ തന്നെ എഴുതുക, അതിന് ശേഷം എന്ത് ചെയ്യുക, ലാസ്റ്റ് ആ 0 പുട്ട് ചെയ്യുക, എൻഡിൽ 0യും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കിയേ, 9 × 10, 9 × 10 19. അപ്പോൾ 9 × 1 9, ദെൻ ലാസ്റ്റ് ഈ 0 എൻഡിൽ ഇട്ട് കൊടുക്കുക, അപ്പോൾ 19. ദെൻ 28 × 10, 28 × 10 ആൻസർ 280, 280. എങ്ങനെയാണ്? 20 × 1 20 തന്നെയാണ്. 20 × 1 20. ദെൻ 10ൻ്റെ ഒരു 0 എൻഡിൽ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കുക, അപ്പോൾ 280. ദെൻ അതുപോലെയാണ് 16 × 10 600. 137 × 10,317. Okay, then to multiply a number by any multiple of 10, say 20, 30, 40, 15 and so on, write 0 at the end. 0 at the end. Multiply the number by the remaining digits and write the product before 0. നോക്കി, ഇവിടെ ഒരു എക്സാമ്പിൾ 64 × 20. 64 × 20 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇത് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. ആദ്യം എന്ത് ചെയ്യണം? 64 × 2. ഓക്കെ, 64 × 2 മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, 64 × 2. അപ്പോൾ ആൻസർ 128 എന്ന് കിട്ടുന്നു. അപ്പോൾ ആ ആൻസറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 0, ആ എൻഡിൽ 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. 238 × 15. 238 × 15. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 238 × 5. ഓക്കെ, 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, ദെൻ ആൻസർ കിട്ടുന്നു. ആ ആൻസറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 10 കൂടി എൻഡിൽ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബൈ 100. ഇപ്പോൾ നമ്മളിപ്പം പഠിച്ചത് 10ൻ്റെതാണ്. 10 എന്ന് പറയുമ്പോൾ 10 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ 100 എന്ന് പറയുമ്പോൾ 2 zeros ആണ്. അപ്പോൾ എന്താണ് ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 2 zeros ആഡ് ചെയ്യുക. ഓക്കെ, ടു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 100, റൈറ്റ് ദ നമ്പർ ഫോളോഡ് ബൈ 2 zeros അറ്റ് ദി എൻഡ്. ഫോർ എക്സാമ്പിൾ 8 × 100. നോക്കിയേ, 8 × 100 സെയിം നമ്പർ തന്നെ ഇട്ടതിന് ശേഷം 2 zeros, 100ൻ്റെ 2 zeros എൻഡിൽ ആൻസറിൽ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 800 എന്ന് ആൻസർ കിട്ടുന്നു. 8 × 100 800. 96 × 100. ദെൻ അതുപോലെ തന്നെയാണ് സെയിം നമ്പർ എഴുതുക, നമ്പർ സെയിം ആക്കി എഴുതുക. ദെൻ 100ൻ്റെ 2 zeros ആൻസറിൽ ആഡ് ചെയ്യുക. ഓക്കെ, to multiply a number by any multiple of 100, 200, 300, 400 and 500 and so on, write 2 zeros at the end. Write 2 zeros at the end. Multiply the number by the remaining digit and write their product before the 2 zeros. For example, നോക്കിയേ, 6 × 300. 6 × 300. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 6 × 3 ചെയ്യാം. ഈ സീറോസ് നമുക്ക് ഇപ്പോൾ എടുക്കണ്ട. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്
6 ഇൻറ്റു 300 എന്നാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 6 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 18 കിട്ടുന്നു. ദെൻ ഫൈനലി 2 സീറോസ് ആഡ് ചെയ്യണം. ഇനി 100 300 അല്ലേ, ഹൺഡ്രഡ്സ് ആണ്. അപ്പോൾ 2 സീറോസ് ആണ് ഹൺഡ്രഡ്സിനുള്ളത്. ഈ 2 സീറോസും ആൻസറിൽ അപ്ലൈ ചെയ്യണം. ദെൻ അതുപോലെയാണ് 90 ഇൻറ്റു 400. ആൻസർ 19 ഇൻറ്റു 4 ചെയ്യുന്നു. ആൻസറിൻ്റെ കൂടെ 2 സീറോസ് ആഡ് ചെയ്യുന്നു. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബൈ 1000 എന്ന് പറയുമ്പോൾ 3 സീറോസ് ആണ്. അപ്പോൾ ആൻസറിൻ്റെ കൂടെ 3 സീറോസ് ആഡ് ചെയ്യുക. ടു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 1000, റൈറ്റ് ദ നമ്പർ ഫോളോഡ് ബൈ ദ 3 zeros at the end. Okay, 3 zeros at the end. For example, 4 into 1000, 4 into 1000, 4000. 52 into 1000, 52 into 1000 എന്ന് പറയുമ്പോൾ ആൻസറിൻ്റെ ലാസ്റ്റ് 3 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ 6 ഇൻറ്റു 2000, 6 ഇൻറ്റു 2000 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 6 ഇൻറ്റു 2 നോക്കുക, സീറോസ് അങ്ങ് മാറ്റി ആദ്യം വെക്കുക, ശേഷം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇൻറ്റു 2 12 ആണ്. അപ്പോൾ ആൻസർ 12 എഴുതുന്നു. ദെൻ ഫൈനലി എൻഡിൽ എന്താണ്? 1000ൻ്റെ 3 സീറോസ് ആഡ് ചെയ്യുക. 3 സീറോസ് 1000ൻ്റെ 3 സീറോസ് ആഡ് ചെയ്യുക. നോക്കി 47 ഇൻറ്റു 5, സോറി 47 ഇൻറ്റു 5000 ആണ്. ഓക്കെ, 5000 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് 47 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യുക. 47 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 235 കിട്ടുന്നു. ദെൻ എന്ത് ചെയ്യുക? 1000ൻ്റെ 3 സീറോസ് ലാസ്റ്റ് ആൻസറിൽ കൂടി ആഡ് ചെയ്യുക. ഓക്കെ, all of you take your notebooks. Multiplication by 10, 100 and 1000. ഫസ്റ്റ് 10 മൾട്ടിപ്ലിക്കേഷൻ ബൈ 10 ആണെങ്കിൽ ടീച്ചർ ഇപ്പം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 9 ഇൻറ്റു 10 90, 9 ഇൻറ്റു 10. അപ്പോൾ 9 ഇൻറ്റു 1 എന്ന് പറയുന്നത് 9 തന്നെയാണ് അല്ലേ. അപ്പോൾ 9 എഴുതുന്നു. ദെൻ 10ന് എത്ര സീറോസാണ്? 1 സീറോയാണുള്ളത് അല്ലേ. അപ്പോൾ 1 സീറോ ലാസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ 19. ദെൻ അതുപോലെ എഴുതണം കേട്ടോ. 7 ഇൻറ്റു 10 ആൻസർ ഇവിടെ എഴുതണം. ദെൻ 29 ഇൻറ്റു 10 219, 219. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? 24 ഇൻറ്റു 10 എഴുതുക. ആൻസർ 16 ഇൻറ്റു 10ഉം ആൻസർ ഇവിടെ എഴുതുക. ദെൻ 125 ഇൻറ്റു 10, 125 ഇൻറ്റു 10 എന്താണ്? സെയിം 164 ഇൻറ്റു 10 അതുപോലെ തന്നെയാണ്. 146 ഇൻറ്റു 10 അതുപോലെ തന്നെയാണ് നമ്പേഴ്സ് എഴുതുക. 0 ആഡ് ചെയ്യുക. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബൈ 100, 8 ഇൻറ്റു 100 18, 8 ഇൻറ്റു 100 800. 94 ഇൻറ്റു 100 ഇവിടെ ആൻസർ എഴുതുക എന്താണെന്നുള്ളത്. എന്ത് ചെയ്യുക? സെയിം നമ്പർ സെയിം ആക്കി എഴുതുക. ദെൻ 2 സീറോസ് പുട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്പേഴ്സ് അതുപോലെ നോക്കിയതിന് ശേഷം ഓരോന്ന് നോക്കിയതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ 243 പ്ലസ് 600. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 243 ഇൻറ്റു 6 ചെയ്യുക. അത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 0 ഇപ്പോൾ എടുക്കണ്ട. അത് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ ഇവിടെ എഴുതുക. ദെൻ ലാസ്റ്റ് 2 സീറോസ് ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ബൈ 1000, മൾട്ടിപ്ലിക്കേഷൻ ബൈ 1000. 4 ഇൻറ്റു 1000 4000, 2 ഇൻറ്റു 1000 ഇവിടെ എന്താണ് ആൻസർ? 2000 എന്നിവിടെ എഴുതുക. ദെൻ 42 ഇൻറ്റു 1000 എന്ത് ചെയ്യുക? സെയിം നമ്പർ. ദെൻ ആഡ് ചെയ്യേണ്ടത് 3 സീറോസ് ആണ്. 1000ന് 3 സീറോസ് ആണ്. അപ്പോൾ 3 സീറോസ് ആൻസറിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് 47 ഇൻറ്റു 5000. അപ്പോൾ എന്ത് ചെയ്യുക? നമ്പേഴ്സ് ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പേഴ്സ് ഇവിടെ ഏതൊക്കെയാണ്? 47 ഇൻറ്റു 5, 47 ഇൻറ്റു 5 235 എന്ന് കിട്ടുന്നു. ദെൻ അതിനുശേഷം 5000ൻ്റെ 3 സീറോസ് ഇവിടെ ആഡ് ചെയ്യുക. 3 സീറോസ് ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ പ്രോബ്ലംസും ചെയ്യുക. നോട്ടിൽ നീറ്റായിട്ട് ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ.
ഗുഡ് മോർണിംഗ് എവരി വൺ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂഷനാണ് പഠിക്കേണ്ടത്. സയൻസ് ആണ് പഠിക്കേണ്ടത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ദ നെർവസ് സിസ്റ്റം ആണ് പഠിക്കേണ്ടത്. ടെക്സ്റ്റ് പേജ് നമ്പർ 92. ദെൻ ലെറ്റ് us read the nervous system. നാഡീവ്യൂഹം, നാഡീവ്യവസ്ഥ. The main function of the nervous system is to control all other system of the body. നാഡീവ്യൂഹം ശരീരത്തിലെ മറ്റെല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുക എന്നതാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാന പ്രവർത്തനം. ഇറ്റ് കൺട്രോൾസ് ആക്ഷൻസ് ലൈക്ക് വാക്കിംഗ്, സീയിങ്, ലിസണിങ് എക്സെട്ര. ഇതെന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? വാക്കിംഗ്, സീയിങ്, ലിസണിങ്. The nervous system consists of the brain, spinal cord and nerves. എന്താണ് നാഡീവ്യൂഹം? തലച്ചോറ്, സുഷുമ്ന നാഡി, പിന്നെ ഞരമ്പുകൾ ഇവ ഉൾക്കൊള്ളുന്നു. ദ ബ്രെയിൻ ഈസ് ദ ചീഫ് ഓർഗൻ ഓഫ് ദ നെർവസ് സിസ്റ്റം. ബ്രെയിനാണ്, തലച്ചോറാണ് നെർവസ് സിസ്റ്റമിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. മെയിൻ പാർട്ട് എന്ന് പറയുന്നതാണ് അവയവം കേട്ടോ. തലച്ചോറാണ് മെയിൻ part of the nervous system. It allows us to think, feel, dream and respond to various situations. വിവിധ സാഹചര്യങ്ങളോട് ഇത് റിയാക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ്? അനുവദിക്കുന്നു നമ്മെ വിവിധ സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും അനുഭവപ്പെടാനും ചിന്തിക്കാനും സ്വപ്നം കാണാനുമൊക്കെ സഹായിക്കുന്ന എന്നീ സാഹചര്യങ്ങളോട് നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യാൻ അനുഭവിക്കുന്നതിനെല്ലാം സാഹചര്യം ഒരുക്കുന്നതാണ് ബ്രെയിൻ. ദ ബ്രെയിൻ ഈസ് ലിങ്ക്ഡ് ടു എവറി പാർട്ട് ഓഫ് ദ ബോഡി ത്രൂ ദ സ്പിനൽ കോഡ് ആൻഡ് നെർവ്സ്. സുഷുമ്ന നാഡിയിലൂടെയും ഞരമ്പുകളിലൂടെയും മസ്തിഷ്കം അതിൻ്റെ എല്ലാ ഭാഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. The brain is linked to every part of the body through the spinal cord and nerves. സുഷുമ്ന നാഡിയിലൂടെയും ഞരമ്പുകളിലൂടെയും മസ്തിഷ്കം എന്ന് പറയുന്നത് ബ്രെയിൻ, തലച്ചോറ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സ്പിനൽ കോഡ് ഈസ് എ ലോങ് ബണ്ടിൽ ഓഫ് nerves at the end of the brain. Spinal cord is a long bundle of nerves at the end of the brain. തലച്ചോറിൻ്റെ അറ്റത്തുള്ള ഞരമ്പുകളുടെ ഒരു നീണ്ട കെട്ടാണ് സുഷുമ്ന നാഡി. സ്പിനൽ കോഡ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഒരു നീണ്ട കെട്ടാണ്. തലച്ചോറിൻ്റെ അറ്റത്തുള്ള എൻഡ് ഓഫ് ദ ബ്രെയിൻ, തലച്ചോറിൻ്റെ അറ്റത്തുള്ള ഞരമ്പുകളുടെ ഒരു നീണ്ട കെട്ടാണ് സുഷുമ്ന നാഡി. The reproductive system helps to produce young ones. കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യുൽപാദന സംവിധാനം സഹായിക്കുന്നു. ലൈഫ് ഓൺ ദ പ്ലാനറ്റ് എർത്ത് ഗോസ് ഓൺ ബിക്കോസ് ഓഫ് ദിസ് സിസ്റ്റം ഓൺലി. ഈ വ്യവസ്ഥിതി കാരണം മാത്രമാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. നോളജ് ബാങ്കിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. The left brain controls the right side of our body and the right brain controls the left side of our body. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇടത് സൈഡിലെ തലച്ചോറ് നിയന്ത്രിക്കുന്നത് റൈറ്റ് സൈഡ് ഓഫ് അവർ ബോഡിയാണ്, നമ്മുടെ ശരീരത്തിലെ വലതുവശവും. ആൻഡ് ദ റൈറ്റ് ബ്രെയിൻ കൺട്രോൾസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ബോഡി. ദ റൈറ്റ് സൈഡിലെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ വലത് മസ്തിഷ്കം ബ്രെയിൻ എന്ന് പറഞ്ഞു തന്നു ടീച്ചർ. അത് മസ്തിഷ്കം കൺട്രോൾസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഇടത് സൈഡാണ് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നു, ഇടതുവശത്തെയും നിയന്ത്രിക്കുന്നു. ദ ലെഫ്റ്റ് ബ്രെയിൻ കൺട്രോൾസ് ദ റൈറ്റ് സൈഡ് ഓഫ് അവർ ബോഡി ആൻഡ് ദ റൈറ്റ് ബ്രെയിൻ കൺട്രോൾസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അവർ ബോഡി. ദെൻ നെക്സ്റ്റ് ക്വിക്ക് റീകോൾ. മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദെൻ കോളം ബിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാച്ച് ചെയ്യണം കേട്ടോ. ദെൻ ഫസ്റ്റ് വൺ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥ. ദെൻ സെക്കൻഡ് വൺ സർക്കുലേറ്ററി സിസ്റ്റം, രക്തചംക്രമണ വ്യവസ്ഥ. ദെൻ തേർഡ് വൺ മസ്കുലർ സിസ്റ്റം.
then fourth one nervous system, നാഡീവ്യൂഹം, excretory system, വിസർജന സംവിധാനം, then digestive system, ദഹന വ്യവസ്ഥ. അപ്പോൾ ഇത്രയുമാണ് കോളം എയിലുള്ളത്. അപ്പോൾ അത് ലിങ്ക് ചെയ്യിപ്പിക്കുന്ന സെൻറ്റൻസ് കോളം ബിയിലുണ്ട് കേട്ടോ, ഫങ്ഷൻസ് കേട്ടോ. അപ്പോൾ അത് മാച്ച് ചെയ്യണം, കറക്റ്റായിട്ട് നോക്കി മാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ കോളം ബിയിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? എ ബ്രെയിൻ, സ്പിനൽ കോഡ് ആൻഡ് നെർവ്സ്, മസ്തിഷ്കം, ബ്രെയിൻ, തലച്ചോറ്, സ്പിനൽ കോഡ്, സുഷുമ്ന നാഡി ആൻഡ് ഞരമ്പുകൾ. ദെൻ ബി കിഡ്നീസ്, വൃക്കകൾ. ദെൻ സി ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ്, ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ. ദെൻ ഡി ലങ്സ്, വിൻപൈപ്പ്, ത്രോട്ട്, മൗത്ത് ആൻഡ് നാസൽ പാസേജസ്. എന്താണ്? ശ്വാസകോശം, ശ്വാസനാളം, മൗത്ത്, വായ, ത്രോട്ട് അറിയാലോ, തൊണ്ട. ദെൻ നാസൽ പാസേജസ് അല്ലേ, മൂക്ക്. യെസ്. ദെൻ ഇ മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്, ലാർജ് ആൻഡ് സ്മാൾ ഇൻറ്റസ്റ്റൈൻസ് ആൻഡ് ആനാസ്. എന്താണ്? മൗത്ത് അറിയാമല്ലോ, യെസ്, വായ, ഫുഡ് പൈപ്പ് അറിയാം, ദെൻ സ്റ്റൊമക്ക് അറിയാം, ദെൻ ലാർജ് ആൻഡ് സ്മാൾ ഇൻറ്റസ്റ്റൈൻസ് അറിയാം അല്ലേ. എന്താണ്? വൻകുടലും ചെറുകുടലും, ആൻഡ് ആനാസ്. ദെൻ എഫ് മസിൽസ്, പേശികൾ. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, ദെൻ നോട്ട്ബുക്ക് നോക്കാം. All over take your notebook, then write today's date and day. The nervous system, nervous, listening, situations, nerves, spinal cord, reproductive. Okay, nervous, 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 listening, 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 situations, 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 nerves, nerves, nerves. Spinal cord, spinal cord, spinal cord. Reproductive, reproductive, reproductive. നീറ്റ് ആയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി നോട്ട്സ് ക്ലിയർ ആയിട്ട് എഴുതി വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ. മോർണിംഗ് എവരിവൺ. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിന്റെ ലെസൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു പുതിയ ലെസൺ ആണ് പഠിക്കുന്നത്, അവർ ഫെസ്റ്റിവൽ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചറുടെ ടെക്സ്റ്റ് റീഡ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ. Okay, all of you take your textbook. Please listen here. Page number 134 എടുക്കൂ. 134. Okay. Our festivals. Okay, listen here. Please listen here. Festivals are times of celebrating important events and occasions with friends, relatives, and family members. In India, people follow many religions, speak various languages, and observe different cultures. Thus, many festivals are celebrated in our country. There are some special days like birthdays and weddings. We celebrate them only with our family and very close friends. Diwali, Christmas, Eid, Buddha Purnima, Mahavir Jayanti and Ganesh Chaturthi are some religious festivals. These are celebrated by all people in the community. Some festivals like Pongal, Onam and Baishakhi are celebrated as harvest festivals by the people of various states of India. Okay, festivals are times of celebrating important events and occasion with friends, relatives and family members in India. എന്താണ് നമ്മുടെ ഇന്ത്യയിൽ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായിട്ടൊക്കെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുടുംബവുമായും ആഘോഷിക്കുന്ന സമയത്തെയാണ് നമ്മൾ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. കുടുംബങ്ങൾ ഒന്നു ചേരുകയും ഫ്രണ്ട്സ് തമ്മിൽ ഒത്തൊരുമ ഉണ്ടാവുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ ആഘോഷങ്ങൾ വരുമ്പോഴാണ്, ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ്. ഇൻ ഇന്ത്യ പീപ്പിൾ ഫോളോ മെനി റിലീജിയൻസ്, സ്പീക്ക് വേരിയസ് ലാംഗ്വേജസ് ആൻഡ് ഒബ്സർവ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ദസ് മെനി ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് ഇൻ അവർ കൺട്രി. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ആളുകൾ പല
മതങ്ങൾ പിന്തുടരുന്നു. വിവിധ ഭാഷകൾ, വേരിയസ് ലാംഗ്വേജസ്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങൾ എന്നിവ പലതും നമ്മുടെ ഇന്ത്യയിൽ കാണുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾ കൊണ്ടാടുന്നവരും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. There are some special day like birthday and weddings. We celebrate them only with our family, with very close friends. ഓക്കെ, ദെൻ എന്താണ് പറയുന്നത്? സം സ്പെഷ്യൽ ഡേയ്സ്, നമുക്ക് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഡേയ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വെഡ്ഡിങ്സും ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെയാണ്. അതിലൊക്കെ എന്താണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ റിലേറ്റീവ്സും ഫാമിലി ഫ്രണ്ട്സൊക്കെയാണ്, ക്ലോസ് ഫ്രണ്ട്സൊക്കെയാണ് അതിൽ പങ്കെടുക്കാറ്. ദെൻ എന്താണ്? ദിവാലി, ക്രിസ്മസ്, ഈദ്, ബുദ്ധ പൂർണിമ, മഹാവീർ ജയന്തി ആൻഡ് ഗണേഷ് ചതുർത്ഥി ആർ സം റിലീജിയസ് ഫെസ്റ്റിവൽ. നമുക്ക് കുറച്ച് റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ട്, മതപരമായ എന്താണ് ആഘോഷങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ദിവാലി, ക്രിസ്മസ്, ഈദ്, മഹാവീർ ജയന്തി, ഗണേഷ് ചതുർത്ഥി എന്നിവയൊക്കെ എന്താണ്? റിലീജിയസ് ബേസ്ഡ് ഫെസ്റ്റിവലാണ്, മതപരമായ ആഘോഷങ്ങളാണ്. ദിവാലി, ക്രിസ്മസ്, ഈദ്, ബുദ്ധ പൂർണിമ, മഹാവീർ ജയന്തി ആൻഡ് ഗണേഷ് ചതുർത്ഥി ആർ സം റിലീജിയസ് ഫെസ്റ്റിവൽ. ഇപ്പോൾ റിലീജിയസ് ഫെസ്റ്റിവൽ, മതപരമായ ആഘോഷങ്ങളും നമുക്കുണ്ട്. ദീസ് ആർ സെലിബ്രേറ്റഡ് ബൈ ഓൾ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആൾക്കാരും ഇതെന്താണ്? സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. റിലീജിയസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. സം ഫെസ്റ്റിവൽസ് ലൈക്ക് പൊങ്കൽ, ഓണം ആൻഡ് ബൈശാഖി ആർ സെലിബ്രേറ്റഡ് എ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. പിന്നെ എന്താണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്? പൊങ്കൽ, ഓണം, ബൈശാഖി ഇതൊക്കെയാണ് നമ്മുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസിൽ വരുന്നത്. പീപ്പിൾ ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, ഇതെന്താണ്? വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വിളവെടുപ്പ് ഉത്സവങ്ങളായി ആഘോഷിക്കുന്നവയാണ് ഇവയൊക്കെ. ദെൻ റിലീജിയസ് ഫെസ്റ്റിവൽ ഏതൊക്കെയാണ്? ദ റിലീജിയസ് ഫെസ്റ്റിവൽ ആർ മോസ്റ്റ്ലി സെലിബ്രേറ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് പർട്ടിക്കുലർ റിലീജിയൻ. Religious festivals are mostly celebrated by the people of particular religions. Then first one, Diwali. Diwali is also called Deepavali. It is a festival of light. People associate Deepavali with the return of Rama to Ayodhya after a war in which he killed Ravana. On the day of Deepavali, people decorate their houses with lights, wear new dresses and share sweets. They pray to goddesses Lakshmi and Lord Ganesha on this day. Some people burn crackers on Deepavali, but it is not good to do so. It causes a lot of air and noise pollution. Diwali usually falls in October or November. എന്താണ്? ദീപാവലിയെ കുറിച്ചുള്ളൂ. നവംബർ 4 ദീപാവലി. എല്ലാവരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? ദീപാവലി എന്ന് പറയുന്നത് എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആണ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആണ്. ദീപങ്ങളുടെ, ദീപാവലി എന്ന് പറഞ്ഞാൽ എന്താണ്? ദീപങ്ങൾ, വിളക്കുകളുടെ ഒരു ഉത്സവമാണ് ദീപാവലി. പീപ്പിൾ അസോസിയേറ്റഡ് ദീപാവലി വിത്ത് ദ റിട്ടേൺ ഓഫ് രാമ to Ayodhya after a war in which he killed Ravana. On the day of Deepavali, people decorate their houses with light, wear new dresses and share sweets. ദീപാവലിക്ക് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ദീപാവലി എന്താണ്? ആളുകൾ ആഘോഷിക്കുന്നത് അവരുടെ വീടുകളൊക്കെ ദീപാലങ്കാരം കൊണ്ടും പുതുവസ്ത്രങ്ങൾ, പുതിയ ഡ്രസ്സസൊക്കെ ധരിച്ചുമൊക്കെയാണ്. എന്താണ് പിന്നെന്താണ്? ഷെയർ ചെയ്യും. സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്തുമൊക്കെയാണ് നമ്മുടെ ദീപാവലി ആഘോഷിക്കുന്നത്. ദേ പ്രേ ടു ഗോഡസസ് ലക്ഷ്മി ആൻഡ് ലോർഡ് ഗണേശ ഓൺ ദിസ് ഡേ. Some people even burn crackers on Deepavali, but it's not good to do so. പിന്നെ എന്താണ്? ചില ആൾക്കാർ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചിട്ട് എന്താണ് പടക്കങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പൂത്തിരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പൊട്ടിച്ചൊക്കെയാണ്, അലങ്കരിച്ചും അവയെ പൊട്ടിച്ചുമൊക്കെയാണ് അവർ ആഘോഷിക്കാറ്. അതെന്താണ്? നോട്ട് ഗുഡ്. അത് ഒരു നല്ല കാര്യമല്ല. കാരണം
ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരുപാട് ചാൻസസ് ഉള്ളതാണ് ഇതുവഴി. ഇറ്റ് കോസ് എ ലോട്ട് ഓഫ് എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ. ഇതുവഴി എന്താണ്, എയർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനൊക്കെ ഒരുപാട് ഉണ്ടാകാം. ദീപാവലി യൂഷ്വലി ഫാൾസ് ഇൻ ഒക്ടോബർ ഓർ നവംബർ. ദീപാവലി ഏത് മാസത്തിലാണ് വരുന്നത്? ദീപാവലി വരുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലാണ് ദീപാവലി വരാറ്. ഇപ്പം നമുക്ക് കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ് കഴിഞ്ഞ വീക്കിലായിരുന്നു നവംബർ 4 ദീപാവലി. ഓക്കെ നെക്സ്റ്റ് ക്രിസ്മസ്. ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th December to denoted the birthday of Jesus Christ. ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡിസംബർ 25th ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാറ് അല്ലേ. ദെൻ the birth of Jesus Christ. On this day people decorate the Christmas trees and exchange gift with each other. പിന്നെ എന്താണ്, ക്രിസ്മസ് ഡേയിൽ എന്താണ്, ആൾക്കാർ പരസ്പരം ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ കൈമാറുകയും ക്രിസ്മസ് ട്രീ ഒരുക്കിയും അലങ്കരിച്ചുമൊക്കെയാണ് ആഘോഷിക്കാറ്. ദി ഓൾസോ വിസിറ്റ് ദ ചർച്ച് ടു ഓഫർ പ്രേസ്. പിന്നെ എന്താണ്, ചില ആൾക്കാർ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ദെൻ they also visit the church to offer prayers. Some people dress up as Santa Claus and give gifts to children to make them happy. പിന്നെ എന്താണ് സാന്താക്ലോസിൻ്റെ വേഷമൊക്കെ ധരിച്ച് കുട്ടികളെ സന്തോഷിപ്പിക്കാനും സമ്മാനങ്ങൾ നൽകാനും ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ക്രിസ്മസ് അപ്പോൾ 25th ഡിസംബറിലാണ് നാം ആഘോഷിക്കുന്നത്. അത് എന്തോന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓൺ ദിസ് ഡേ പിന്നെ എന്താണ്, ഈ ദിവസം ഡെക്കറേറ്റഡ് ക്രിസ്മസ് ട്രീസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ദെൻ വിസിറ്റഡ് ചർച്ച്, നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറൊക്കെയുണ്ട്. അപ്പോൾ 25th ഡിസംബറിലാണ് ക്രിസ്മസ്. ദെൻ Eid al-Fitr. The festival of Eid al-Fitr marks the end of Ramzan, a holy month in which the Muslims fast. The next day after the end of the Ramzan is celebrated as Eid al-Fitr. It is celebrated with great enthusiasm. People wear new clothes and visit the mosques to offer namaz. They greet each other by saying Eid Mubarak. Okay, എന്താണ്, the festival of Eid al-Fitr marks the end of Ramzan. റംസാൻ എന്ന് പറയുന്നത് ഒരു ഹോളി മന്താണ്. മുസ്ലിംസ് ഫാസ്റ്റ് ചെയ്യുന്ന, അതായത് എന്താണ്, മുസ്ലിംസ് ഉപവസിക്കുന്ന മഹത്തായ ദിനമായാണ് ഇത് എടുക്കാറ്, ഇത് ആഘോഷിക്കാറ്. എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. പീപ്പിൾ വെയർ ന്യൂ ക്ലോത്ത്സ്. അവരെന്താണ്, പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആരാധനാലയങ്ങളിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു. പിന്നെ എന്താണ്, അവിടെ പുതുവസ്ത്രമൊക്കെ ഇട്ട് നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണ്, ഈദ് മുബാറക്ക്, പരസ്പരം എല്ലാവർക്കും വിഷ് ചെയ്തൊക്കെയാണ് ഈദുൽ ഫിത്ർ സെലിബ്രേറ്റ് ചെയ്യാറ്. Next, Buddha Purnima. Buddha Purnima falls on the full moon night in the month of Vaishakha, April or May. It is the birth anniversary of Lord Buddha, the founder of Buddhism. Pilgrims from all over the world visit Bodh Gaya, the place of Lord Buddha's enlightenment, to pay homage to him. Okay, Buddha Purnima falls on full moon night in the month of Vaishakha. വൈശാഖ മാസത്തിലെ, അതായത് ഏപ്രിൽ മെയ് മാസത്തിലെ പൗർണമി നൈറ്റിലാണ് ബുദ്ധപൂർണിമ വരുന്നത്. ഏപ്രിൽ മെയ് മന്തിലെ എന്താണ്, പൗർണമി നൈറ്റിലാണ് ഇത് കാണുന്നത്. പിന്നെ എന്താണ്, ഇവിടെ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ ലോർഡ് ബുദ്ധ, ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം. ലോർഡ് ബുദ്ധ, ഫൗണ്ടർ ഓഫ് ബുദ്ധിസം, അതായത് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ എന്താണ്, ബുദ്ധൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ്, ജന്മവാർഷികമാണിത്. പിന്നെന്താണ്, ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ബുദ്ധൻ്റെ ജ്ഞാനോദയ സ്ഥലമായ ബോധഗയ സന്ദർശിക്കുന്നു. ബോധഗയ എന്ന് പറയുന്നത് എന്താണ്, തീർത്ഥാടകർ ബുദ്ധൻ്റെ ജ്ഞാനോദയമായ സ്ഥലമാണ് ബോധഗയ സന്ദർശിക്കുന്നു.
Okay, Buddha Purnima falls on the full moon night in the month of Vaishak. It is the birth anniversary of Lord Buddha, the founder of Buddhism. Pilgrims from all over the world visit Bodh Gaya, the place of Lord Buddha's enlightenment, to pay homage to him. എന്താണ് ബുദ്ധ പൂർണിമ എന്ന് പറയുന്നത്? അതായത് വൈശാഖി മാസത്തിലെ ഏപ്രിൽ മെയ് മന്തിലെ പൗർണമി നൈറ്റിലാണ് ബുദ്ധ പൂർണിമ വരുന്നത്. പിന്നെ എന്താണ്? ബുദ്ധൻ്റെ ജന്മദിനമാണിത്. അതായത് ലോർഡ് ബുദ്ധയുടെ, ഫൗണ്ടർ ഓഫ് ബുദ്ധിസത്തിൻ്റെ സ്ഥാപകൻ ബുദ്ധൻ്റെ ജന്മവാർഷികമാണ് ഈ ദിവസം. പിന്നെ എന്താ പറയുന്നത്? പിൽഗ്രിംസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വിസിറ്റ് ബോധ് ഗയ. ലോകമെമ്പാടുമുള്ള പിൽഗ്രിംസ്, തീർത്ഥാടകർ നമ്മുടെ ബുദ്ധൻ്റെ ജ്ഞാനോദയ സ്ഥലമായ ബോധ് ഗയ സന്ദർശിക്കാറ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. ന്യൂ ലെസൺ ആണ് അവർ ഫെസ്റ്റിവൽസ്. ഹാർഡ് വേർഡ്സ്: കൾച്ചർ, കമ്മ്യൂണിറ്റി, ഗണേഷ് ചതുർത്ഥി, ഡെക്കറേറ്റ്, Ramzan, mosque, Buddhism, meditate. Okay, first one, culture, culture, culture. Community, community, community. Ganesh Chaturthi, Ganesh, Ganesh Chaturthi, 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 Ganesh Chaturthi. Decorate, decorate, decorate. Next, Ramzan, Ramzan, Ramzan. Mosque, mosque, mosque. Buddhism, buddhism, Buddhism. Last one, meditate, meditate, meditate. Culture, community, Ganesh Chaturthi, decorate, റംസാൻ, മോസ്ക്, ബുദ്ധിസം, മെഡിറ്റേറ്റ്. അപ്പോൾ ഹാർഡ് വേർഡ്സ് നീറ്റായിട്ട് ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിനെ 5 times ആണ് എഴുതാനുള്ളത്. എഴുതി നോട്ട്സ് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ. Hello, good morning children. How are you all? Fine. Did you have your breakfast? Yes. Okay, good children. Are you ready for the class? Okay, today we are going to learn GK. Last class we learned some countries, capitals and currencies. അതിൽ എന്താണ് നമ്മൾ പഠിച്ചത്? കുറച്ച് കൺട്രീസിൻ്റെ പേര് പഠിച്ചു, അതിൻ്റെ ക്യാപിറ്റൽസ് പഠിച്ചു, തലസ്ഥാനങ്ങൾ പഠിച്ചു, പിന്നെ എന്താ കറൻസിയും പഠിച്ചു അല്ലേ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ ലെസൺ, ലെസൺ 6, ഗ്രേറ്റ് ഇന്ത്യൻസ്. ഏതാണ് നമ്മുടെ കൺട്രി? ഏതാണ്? ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലുള്ള കുറച്ച് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് ഈ ലെസണിൽ പഠിക്കുന്നത്. ഓക്കെ, സം ഗ്രേറ്റ് ലീഡേഴ്സ്. ഓക്കെ, നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചാണ് ഈ ലെസണിൽ പഠിക്കുന്നത് കേട്ടോ. പ്രമുഖരായ കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച്. ഈ ഫ്രീഡം ഫൈറ്റേഴ്സിനെയൊക്കെ അവരുടെ നിക് നെയിമിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗാന്ധിജി. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ എന്താ കുട്ടികൾ വിളിക്കുന്നത്? ചാച്ചാജി. അതുപോലെ കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ നിക് നെയിംസ് ആണ് പഠിക്കുന്നത്. നമുക്ക് ഹാർഡ് വേർഡ്സ് നോക്കാം, അതിനുശേഷം ടെക്സ്റ്റിലേക്ക് പോവാം. Lesson 6, Great Indians. Lala Lajpat Rai, LALALAJPAT RAI, Lala Lajpat Rai. Bhagat Singh, BHAGATSINGH, Bhagat Singh. Kasturba Gandhi, KASTURBAGANDHI, Kasturba Gandhi. Sarojini Naidu, SAROJININAIDU, Sarojini Naidu. These are some great Indians. Okay, go to the textbook. Lesson 6, Great Indians. These great freedom fighters fought for us and gave our countrymen the freedom to live happily. ഇതെന്താണ്? കുറച്ച് നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്.
ഇവരെന്താണ് യുദ്ധം ചെയ്താണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമ്മളിപ്പോൾ സ്വതന്ത്രരായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത്. പിന്നെ എന്തൊക്കെ നമുക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു? സമരങ്ങൾ നടത്തി, സത്യാഗ്രഹങ്ങൾ നടത്തി, അതുപോലെ ജയിലിൽ കിടന്നു. ഇവരുടെ ത്യാഗങ്ങൾ വഴിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ദേ ആർ പോപ്പുലർലി നോൺ ബൈ ദെയർ നിക് നെയിംസ്. അവരെന്താണ് നിക് നെയിംസിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പം ടീച്ചർ പറഞ്ഞല്ലോ, മഹാത്മാഗാന്ധി നമ്മൾ എന്താ പറയുന്നത്? ഗാന്ധിജി. പിന്നെ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു നമ്മളെന്താ ചാച്ചാജി എന്നാണ് പറയുന്നത് അല്ലേ? അതുപോലെ ഈ ഫ്രീഡം ഫൈറ്റേഴ്സിന് നിക് നെയിംസ് ഉണ്ട്. റെക്കഗ്നൈസ് ദ പിക്ചേഴ്സ് ആൻഡ് ഗീവ് ദെയർ നെയിംസ് ആൻഡ് നിക് നെയിംസ് ആസ് ഷോൺ ബിലോ. ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെന്താ അവരുടെ നിക് നെയിംസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരുകൾ ക്ലൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിക് നെയിം നോക്കിയതിന് ശേഷം അവരുടെ പേരുകൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഫ്രീഡം ഫൈറ്ററെ കുറിച്ചാണ്. 4 ആണ്, നമ്പർ 4 ആണ്. നമ്പർ 4 ഇദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് പഞ്ചാബ് കേസരി എന്നാണ്. PUNJABKESARI. പഞ്ചാബ് കേസരി എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര്? നമ്മൾ ക്ലൂസിൽ നോക്കണം. ബി ആണ്. ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. ബി ആണ്. ബി ലാലാ ലജ്പത് റായ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ലാലാ ലജ്പത് റായ്. LALAJPATRAI. ലാലാ ലജ്പത് റായ്. ഓപ്ഷൻ ബി ആണ്. ഇവിടെ ബി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ലാലാ ലജ്പത് റായ്. ഇദ്ദേഹത്തിൻ്റെ നിക് നെയിം പഞ്ചാബ് കേസരി എന്നാണ്. എന്താണ്? പഞ്ചാബ് കേസരി. ഇദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഗ്രേറ്റ് ലീഡറാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രീഡം ഫൈറ്ററാണ് ഇത്. ആരാണ്? ഇദ്ദേഹത്തിൻ്റെ നിക് നെയിം നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ നിക് നെയിം നേതാജി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ നിക് നെയിം എന്താണ്? നേതാജി. അപ്പം നേതാജി എന്ന നിക് നെയിമുള്ള നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരാണെന്ന് നോക്കണം. ഇ ആണ്. ക്ലൂസിൽ ഇ ആണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സുഭാഷ് ചന്ദ്ര ബോസ്. അദ്ദേഹത്തിൻ്റെ എന്താണ്? സുഭാഷ് ചന്ദ്ര ബോസ്. SUBHASCHANDRABOSE. സുഭാഷ് ചന്ദ്ര ബോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിക് നെയിം എന്തായിരുന്നു? നേതാജി. NETAJI. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 ആണ്. 5. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഇദ്ദേഹത്തിൻ്റെ നിക് നെയിം എന്താണ്? ഷഹീദ് ഇ അസം. ഷഹീദ് ഇ അസം. SHAHEEDEAZAM. ഷഹീദ് അസം. ഷഹീദ് ഇ അസം എന്ന് നിക് നെയിമുള്ള ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നമുക്ക് എന്താണെന്ന് നോക്കാം. ക്ലൂസ് സി ആണ്. ക്ലൂസ് സി. ഭഗത് സിംഗ്. ഭഗത് സിംഗ്. BHAGATSINGH. ഭഗത് സിംഗ്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ പ്രമുഖരായ ഫ്രീഡം ഫൈറ്റേഴ്സിൽ ഒരാളാണ്. ഓക്കെ. അപ്പോൾ എന്താ 5 ആണ്. 5 ആണ് എന്ത്? അദ്ദേഹത്തിൻ്റെ നിക് നെയിം, പേര്, യഥാർത്ഥ പേര് ക്ലൂസിൽ സി ആണ്. എന്താണ്? ഭഗത് സിംഗ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഭഗത് സിംഗ് ആണ്. നിക് നെയിം ഷഹീദ് ഇ അസം. നെക്സ്റ്റ് 6 ആണ്. നിക് നെയിം 6 ആണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഇതാരാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു നമ്മുടെ പ്രമുഖരായിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിൽ ഒരാളാണ്. 6 ആണ്. ഇദ്ദേഹത്തിൻ്റെ നിക് നെയിം എന്താണ്? ബാ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നോക്കാം. ഡി ആണ്. കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധി. KASTURBAGANDHI. ഇദ്ദേഹം ആരാണ്? മഹാത്മാഗാന്ധിയുടെ പത്നിയാണ്. ആരാ? കസ്തൂർബ ഗാന്ധി. അപ്പോൾ ഈ കസ്തൂർബ ഗാന്ധിയും
നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെല്ലിംഗ്? KASTURBAGANDHI, കസ്തൂർബ ഗാന്ധി. അപ്പോൾ ഇവരുടെ നിക് നെയിം എന്താണ്? BA. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 ആണ്. 1 നിക് നെയിമിൽ 1 ഈസ് ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ. ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ, NIGHTINGALE ഓഫ് ഇന്ത്യ, ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ. നമ്മൾ ഇവരെ എന്താണ് അറിയപ്പെടുന്നത്? നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാപ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ പ്രമുഖരായ ഫ്രീഡം ഫൈറ്റേഴ്സിൽ ഒരാളാണ്. 1 ആണ് ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ. അത് ആരാണെന്ന് നോക്കാം. F ആണ്, ക്ലൂസിൽ F ആണ് വരുന്നത്. സരോജിനി നായിഡു. എന്താണ് ഈ ഫ്രീഡം ഫൈറ്ററിൻ്റെ പേരെന്താണ്? സരോജിനി നായിഡു. SAROJININAIDU, സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ നിക് നെയിം എന്താണ്? ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ, ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ. ഇനി അടുത്ത് നമ്പർ 3 ആണ്. നമ്പർ 3 നിക് നെയിമിൽ നമ്പർ 3 ആണ്. ദ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഫ്രീഡം ഫൈറ്റർ ആരാണ്? ഇതാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നോക്കാം. ഓപ്ഷൻ A ആണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. SARDARWALLABHBHAIPATEL, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം ഇതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ നിക് നെയിം എന്താണ്? ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. നിക് നെയിം എന്താണ്? ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതാരായിരുന്നു? നമ്പർ 4 ആയിരുന്നു. ആരാ? പഞ്ചാബ് കേസരി. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരാണ്? പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായ്. ദെൻ സെക്കൻഡ് ഈസ് നേതാജി. നേതാജി എന്നറിയപ്പെടുന്ന നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരായിരുന്നു? E ആണ്. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഈസ് ഷഹീദ്-ഇ-അസം. നിക് നെയിം എന്താണ്? ഷഹീദ്-ഇ-അസം. ആ ഫ്രീഡം ഫൈറ്റർ ആരാണ്? ഭഗത് സിംഗ്. ഫ്രീഡം ഫൈറ്റർ ആരാ? ഭഗത് സിംഗ്. നെക്സ്റ്റ് ബ എന്ന് നിക് നെയിമുള്ള നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരാണ്? കസ്തൂർബ ഗാന്ധി. കസ്തൂർബ ഗാന്ധി. നെക്സ്റ്റ് ഈസ് 1 ആണ്. 1 ആരായിരുന്നു? ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ. ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ എന്ന നിക് നെയിമുള്ള നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു. നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ ഈസ് സരോജിനി നായിഡു. നെക്സ്റ്റ് ഈസ് 3 ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആരാണ്? A ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേര് പഠിക്കണം, അവരുടെ നിക് നെയിം പഠിക്കണം. അപ്പോൾ നമുക്ക് നോട്ട് നോക്കിയാലോ. ലെസൺ 6 ഗ്രേറ്റ് ഇന്ത്യൻസ്. ലാലാ ലജ്പത് റായ്. LALAJPATRAI. ലാലാ ലജ്പത് റായ്. ഭഗത് സിംഗ്. BHAGATSINGH. ഭഗത് സിംഗ്. കസ്തൂർബ ഗാന്ധി. KASTURBAGANDHI. കസ്തൂർബ ഗാന്ധി. സരോജിനി നായിഡു. SAROJININAIDU. സരോജിനി നായിഡു. അപ്പോൾ എന്താണ് ഹാർഡ് വേർഡ്സ്?
നിങ്ങളുടെ നോട്ടിൽ എഴുതണം, റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.